21-ാം വയസ്സിൽ ഫോണിൻ്റെ EMI, 24-ാം വയസ്സിൽ ബൈക്കിൻ്റെ EMI, 27-ാം വയസ്സിൽ കല്യാണത്തിൻ്റെ EMI ആൻഡ് 30-ാം വയസ്സിൽ ദ ഗോട്ട് ഓഫ് EMI ഹോം ലോൺ. അടുത്ത 25-30 വർഷം ഈ EMI ഒക്കെ അടച്ച് നമ്മുടെ ലൈഫ് അങ്ങ് തീരും. എന്നാൽ ഇതൊക്കെ അടച്ച് തീർക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഈ ലോണൊക്കെ അടച്ചു തീർക്കും? ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന ഫാമിലി അടച്ചു തീർക്കുന്നതാണോ വിചാരിക്കുന്നത്? എന്തിനാ മാഷ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇൻഡസ്ട്രി ഇപ്പം തന്നെ ഫോളോ ചെയ്ത് ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചു. ഇപ്പം നമ്മൾ യങ് ആയിരിക്കും, ഫിറ്റ് ആയിരിക്കും, എന്നാൽ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. സോ ഇനി മുതൽ വലിയ എമൗണ്ട് ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ലോൺ ഇൻഷുറൻസ് എടുക്കാനും മറക്കണ്ട. ഈവൺ ഇഫ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻഷുറൻസ് ഈ ഒരു ലോൺ പേ ചെയ്തോളും. ഈ ഒരു ഇൻഷുറൻസ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇഫ് നമ്മൾ ഓൺലൈനായിട്ടാണ് ഈ ഒരു ഇൻഷുറൻസ് എടുക്കുന്നെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 70% സേവ് ചെയ്യാൻ സാധിക്കും കമ്പയർ ടു ഓഫ്ലൈൻ ഇൻഷുറൻസ്, അതായത് ബാങ്കിൽ നിന്ന് എടുക്കുമ്പോഴുള്ള ഇൻഷുറൻസ്. അപ്പോൾ ഇനി മുതൽ വലിയ എമൗണ്ട് ലോൺ എടുക്കുമ്പോൾ ലോൺ ഇൻഷുറൻസ് എടുക്കാൻ മറക്കണ്ട. ആൻഡ് ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയറും ചെയ്തോ.